എന്റെ സത്യം എങ്ങനെയൊക്കെ തെളിയിക്കണം. അതിന്റെ പേരിലാണ് എങ്ങനെ എല്ലാവരും കൊടുത്ത് സത്യം തന്നെയാണ് ഞാനും പിന്നെ എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ട് അഫ്രീദിന്റെ ഉമ്മ വീട്ടുകാരെടുക്കാതെ എന്നെന്താണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സാധനം ഉള്ളത് പോലും. സത്യം തെളിയിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരു 24 വയസ്സുകാരിയുടെ ദാരുണമായ കഥയാണിത്. മോഷണക്കുറ്റം ആരോപിച്ച് ഇല്ലാത്ത അപവാദ പ്രചരണങ്ങൾ അയച്ചുവിട്ടും അവളുടെ ജീവിത സാഹചര്യങ്ങളെ തകർത്തെറിഞ്ഞവർ ഇന്നും ഒരു കോണിലിരുന്ന് പരിഹാസച്ചിരിയോടെ വാഴുന്നുണ്ടാവാം. കാസർഗോഡ് ജില്ലയിലെ നാലത്തടുക്കയിലെ ജസീല വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 3 ദിവസങ്ങൾ പിന്നിടുകയാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ തനിച്ചാക്കി എൻ്റെ മകൾ പോയെന്ന് വിശ്വസിക്കാൻ അവളുടെ ഉമ്മ മുംതാസിന് ഇന്നും സാധിക്കുന്നില്ല. ജസീലയുടെ വേർപാടിൻ്റെ ആഘാതത്തിൽ അവളുടെ സഹോദരൻ ഇന്നും ശാരീരികമായ അവശതയിലാണ്. അതിലുപരി ഒരു കുടുംബം മുഴുവനും ഒരു നാട് മുഴുവനും ഇന്ന് തേങ്ങുകയാണ്. അങ്ങേയറ്റം സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിലെ അംഗമാണ് ജസീല. അവളുടെ വിവാഹത്തിന് പോലും ആ നാട് ഒരുമിച്ചാണ് നിന്നത്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതിയാണ് ജസീലയുടേത്. ഈ സ്വഭാവ പ്രകൃതി തന്നെയാണ് അവൾക്ക് വിനയായി മാറിയത്. അയൽവാസിയായ അഫ്രീദിന്റെ വീട്ടിൽ നിന്നും 9.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്നതായിരുന്നു ജസീല നേരിട്ട ക്രൂരമായ ആരോപണം. അതിന്റെ പേരിലാണ് എങ്ങനെ എല്ലാവരും കൊടുത്ത് സത്യം തന്നെയാണ് ഞാനും സത്യം തെളിയിക്കാൻ പോകാനായി പോലും ഞാൻ കാണുന്നു. ആർക്കും ചുറ്റും ആർക്കും പുറത്തോട്ട് പോലും താൻ അത് എടുത്തിട്ടില്ലെന്നും തനിക്കത് തിരിച്ചു നൽകാൻ സാധിക്കില്ലെന്നും അവൾ ആണയിട്ട് പറഞ്ഞു. പക്ഷേ വിശ്വസിക്കാൻ അയൽവാസി കുടുംബം തയ്യാറായില്ല. കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ നിർബന്ധപൂർവം അയൽവാസിയായ അഫ്രീദിന്റെ കുടുംബം ജസീലയെ കൊണ്ടുപോയി. ആ പെൺകുട്ടിയെ അവിടെ വെച്ച് സത്യം ചെയ്യിപ്പിച്ചു. അവിടുന്ന് നൽകിയ ഭസ്മം കഴിക്കാൻ നിർബന്ധിച്ചു. തൻ്റെ വിശ്വാസം അതല്ല എന്നുറപ്പുണ്ടായിട്ടും സത്യം തെളിയുമെങ്കിൽ തെളിയട്ടെ എന്ന് കരുതി അവൾ ആ ഭസ്മം കഴിച്ചു. ക്ഷേത്രവിശ്വാസപ്രകാരം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണമായിരുന്നു. പക്ഷേ അവൾക്കൊന്നും സംഭവിച്ചില്ല. തൻ്റെ നിലപാടിൽ അവൾ ഉറച്ചു നിന്നു. സ്വന്തം കയ്യിലുണ്ടായിരുന്ന 5 പവൻ പോലും ഭർത്താവിൻ്റെ കുടുംബത്തിലെ മറ്റൊരു പെൺകുട്ടിയുടെ ആവശ്യത്തിന് ഊരി നൽകിയവളാണ് ജസീല. ആ ജസീലയ്ക്ക് എങ്ങനെ മറ്റൊരാളുടെ സ്വർണം മോഷ്ടിക്കാൻ സാധിക്കുമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അയൽവാസികൾ അവളെ വെറുതെ വിട്ടില്ല. ആദൂർ പോലീസിൽ അവർ പരാതി നൽകി. ജസീലയെ സംശയമുണ്ട് എന്നല്ല അവർ പറഞ്ഞത്, അവൾ തന്നെയാണ് മോഷ്ടിച്ചെന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് അവർ പോലീസിനെ സമീപിച്ചത്. പോലീസ് ചോദ്യം ചെയ്തപ്പോഴും അവൾ ആവർത്തിച്ചു, ഞാൻ എടുത്തിട്ടില്ല സാർ, ഇവർ എന്നെ ശാരീരികവും മാനസികവുമായി തളർത്തുകയാണ്, എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ഇവർക്കെതിരെ നടപടി വേണം. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ആദൂർ പോലീസ് അവളുടെ പരാതി ഗൗരവത്തോടെ കണ്ടില്ല. പരാതി എഴുതി നൽകാമെന്നറിയിച്ചിട്ടും നടപടിയെടുത്തില്ല. ഇതോടെ വേട്ടക്കാർക്ക് ധൈര്യം കൂടി. അവർ നേരെ ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. നിങ്ങളുടെ മരുമകൾ മോഷ്ടാവാണ് എന്ന് പറയുക മാത്രമല്ല, അവളുടെ വ്യക്തിത്വത്തെയും ചാരിത്രത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അപവാദങ്ങൾ അവിടെ നിരത്തി. ഇത് കേട്ട് ഭർത്താവിൻ്റെ ഉമ്മയും അഫ്രീദിൻ്റെ മാതാവും ചേർന്ന് ജസീലയുടെ വീട്ടിലെത്തി നാട്ടുകാർ കാണെ ബഹളം വെച്ചു.
നിന്നെ തലാഖ് ചെല്ലിപ്പിക്കും, നീ പിഴച്ചവളാണ്, കള്ളിയാണ് എന്ന് എല്ലാവരും കേൾക്കെ അവർ പ്രഖ്യാപിച്ചു. ആ 24 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപവാദ പ്രചരണം. ഇതിനിടയിൽ ഭർത്താവിൻ്റെ വക ശകാരവും എത്തി. മലയാള ഭാഷയിൽ കേട്ടാലറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഭർത്താവ് അവളെ ശകാരിച്ചത്. ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ സത്യം ലോകത്തെ അറിയിക്കാൻ ഒരു വീഡിയോ പകർത്തി അവൾ മരണം തിരഞ്ഞെടുത്തു. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴും ജസീല ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല. അയൽവാസിയായ അഫ്രീദ്, അയാളുടെ മാതാവ്, എൻ്റെ ഭർത്താവ്, ഭർത്താവിൻ്റെ മാതാവ്, ഇവരെല്ലാം കൂടി എൻ്റെ ജീവിതം ഇല്ലാതാക്കി. എൻ്റെ മരണത്തോടെയെങ്കിലും സത്യം പുറത്തു വരണം, അവർ ശിക്ഷിക്കപ്പെടണമെന്ന് ആ പെൺകുട്ടി തേങ്ങി പറഞ്ഞു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മരണം തിരഞ്ഞെടുക്കുന്നത് നിഷിദ്ധമാണെന്നറിഞ്ഞിട്ടും മഹാപാപമാണെന്നറിഞ്ഞിട്ടും അവൾ ആ തീരുമാനത്തിലേക്ക് ആരോപണങ്ങൾ കാരണം എത്തപ്പെട്ടു. താൻ ജീവൻ വെടിയാൻ എടുത്ത തീരുമാനത്തിൽ അവസാന നിമിഷങ്ങളിൽ വലിയ കുറ്റബോധം ജസീലയെ വേട്ടയാടിയിരുന്നു. അവസാനം കണ്ണടിയുന്നതിനു മുമ്പ് പാപമോചനം തേടിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ജസീല ആശുപത്രിയിലായപ്പോൾ അവളുടെ സഹോദരൻ അഫ്രീദിനെ വിളിച്ചിരുന്നു. ജസീല ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ വിഷം കഴിച്ച് ആശുപത്രിയിലാണെന്ന് ആരോ പറഞ്ഞു കേട്ടു എന്നാണ് അഫ്രീദ് നൽകിയ മറുപടി. 9.5 പവൻ സ്വർണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ താൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ാണ് അഫ്രീദ് പറഞ്ഞത്. എങ്കിൽ പിന്നെ ആരാണ് അവളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത്? ആരാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്? അവളുടെ വീട്ടിൽ വന്ന് അപവാദം പറഞ്ഞത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്യം ഇപ്പോൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്ന അഫ്രീദും മാതാവും ഏറ്റെടുത്തേ മതിയാകൂ. ജസീലയോടുള്ള ക്രൂരത അവിടെയും കൊണ്ട് തീർന്നില്ല. ജസീലയുടെ മൃതദേഹമടക്കം ചെയ്തതിന് പിന്നാലെ ഭർത്താവിൻ്റെ മാതാവ് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അവൾ ജീവിച്ചിരിക്കുമ്പോൾ 1 മണിക്കൂർ പോലും കുഞ്ഞിനെ നോക്കാൻ സാധിക്കാത്ത ഈ അമ്മൂമ്മക്ക് ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികളോട് സ്നേഹം ഉദിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അറപ്പുണ്ടാക്കുന്ന മലയാള പദങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ഭാര്യയെ അഭിസംബോധന ചെയ്ത ഇതുപോലുള്ള ഭർത്താക്കന്മാർ ഒന്നാലോചിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ജസീല ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു, നിങ്ങളുടെ മക്കളുടെ മാതാവായി. ഈ 5 പേരിൽ ആരാണ് 9.5 പവൻ്റെ നാടകം തയ്യാറാക്കിയത്? ഈ സ്വഭാവഹത്യക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആദൂർ പോലീസിൽ നിന്നും ജസീലയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചേ മതിയാവൂ. വിദ്യാനഗർ പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. കുറ്റക്കാർ ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. 14ഓളം പരാതികൾ ഇതിനകം കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. നീതി നടപ്പിലാകുമെന്നും ജസീലയുടെ മക്കൾക്ക് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. നീതിക്കായുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ജസീല എന്നുള്ളത് ഒരു പൊതുവികാരമായി മാറണം. ഇനി ഒരു പെൺകുട്ടിയും ഇതുപോലുള്ള അപമാനം നേരിട്ട് ആത്മഹത്യയിലേക്ക് എത്തപ്പെടരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്ത് പ്രശ്നമുണ്ടായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അങ്ങനെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഉടനെ സുഹൃത്തുക്കളോടോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമായി സംസാരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്